ഹലോ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുന്നിൻ മുകളിലുള്ള ഒരു ഉറവയാണ്. അതായത് ഇപ്പോഴും ഈ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഉറവ നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അത് വളരെ ആശ്ചര്യം നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ കാണുന്നതെല്ലാം പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടുകൾക്ക് മുകളിൽ ഈ പിന്നെ എത്ര കണ്ട് ആഴമുണ്ടെന്ന് അറിയില്ല, വളരെ വളരെ കണ്ണിന് ഒരു കുളിർമ നൽകുന്നത്. ആ വേനൽക്കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പിന്നെ ഇപ്പോൾ ഉള്ള സമയത്ത് വളരെ കുളിർമ നൽകുന്നതാണ്. ഇതിൻ്റെ താഴെ വലിയ താഴ്ചയാണ്. ഇത് സ്ഥലം പാടിക്കുന്നാണ്. പാടിക്കുന്നിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്താണ് ഈ ഒരു ആശ്ചര്യകരമായ ഒരു സംഭവം കാണാനിടയായത്. ചുറ്റും പാറകളുമാണ്. ഈ കാണുന്നത് എല്ലാം ഉണങ്ങി, വേനൽക്കാലത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാം ഉണങ്ങിയ സമയത്ത്, അതായത് പാടി തീർത്ഥം ഈ സ്ഥലങ്ങളിലൊക്കെ പിന്നെ തീർത്ത, അതായത് വെള്ളം കൂടുതലുള്ള സ്ഥലമാണ്. നിരവധി മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നതുകൊണ്ട് കുറച്ച് അതിൽ കുറവുണ്ടായിട്ടുണ്ടാകാം. ഈ വെള്ളമാണ് ഇതിൻ്റെ ഇരുന്ന് താഴേക്കുള്ള വയലുകളിലേക്കുള്ള പിന്നെ പോയി അവിടുത്തെ കൃഷിക്കൊക്കെ നിലവിൽ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു വലിയ ഒരു എന്താ പറയണ്ടേ, ഒരു കുളിർമ നൽകുന്ന, ഈ വേനൽക്കാലത്ത് കുളിർമ നൽകുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇത് പിന്നെ ഈ ഉറവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വലിയൊരു ആശ്ചര്യം ഈ ചൂടേറിയ കാലത്ത്, അതായത് നോക്ക്, ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന പുല്ലുകളും ഇതാണ് പാടിക്കുന്നിൻ്റെ ദൃശ്യമനോഹരമായ സൗന്ദര്യം. ഇതൊരു ഘടങ്ങ് കെട്ടിയതുകൊണ്ട് അപ്പുറം പോകാൻ പറ്റുന്നില്ല. ഈ കാണുന്ന ജലാംശം ഈ മകരമാസം, അതായത് കുംഭമാസത്തിലേക്കുള്ള, മലയാളം കുംഭമാസത്തിലേക്കുള്ള ചൂടിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു കാഴ്ച കണ്ണിന് വളരെ ഇമ്പം നൽകുന്നതാണ്. എത്രയോ പക്ഷികളും ഇവിടെ രാത്രി പന്നികളുടെ കാല് കാണുന്നുണ്ട്. പന്നിക്കൂട്ടങ്ങൾ വന്ന് പന്നിയുടെ കാൽപ്പാടുകൾ. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിലെ വളരെ വിചിത്രമായ പല സംഭവങ്ങളും, കുന്നിൻ മുകളിൽ ഇപ്പോഴും വറ്റാതെ കിടക്കുന്ന ജല സാന്നിധ്യം, അതായത് കുന്നിൻ്റെ മുകളിലാണിത്. അതായത് ഏറ്റവും താഴെയുള്ള സ്ഥലമാണെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും പറയാം. പക്ഷേ ഏറ്റവും ഉയർന്ന പാടിക്കുന്ന് എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. ആ ഉയർന്ന സ്ഥലത്ത് കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ ഇതാണ് അതായത് കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് ചുറ്റും പാറയാണ്, ഉണങ്ങിയ പുല്ലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രകൃതി നമ്മൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുൻപേ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ആശ്ചര്യമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള കാഴ്ചകളിലേക്ക് നിങ്ങളുടെ കണ്ണും നമ്മുടെ അടുത്ത ഇതിന് വേണ്ടിയിട്ടുള്ള, അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണം എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചകളുമായി നമ്മുടെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, അങ്ങനെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.